അഞ്ചുതെങ്ങിൽ നടക്കുന്ന പാർക്ക് നിർമ്മാണത്തിൽ കായൽ കയ്യേറ്റമുണ്ടെന്ന ആക്ഷേപം. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പുത്തൻനട 8-ാം വാർഡിൽ അഞ്ചുതെങ്ങ് മീരാൻകടവ് പാലത്തിന് സമീപത്താണ് വൻതോതിൽ കായൽ കയ്യേറിയത്. പാർക്ക് നിർമ്മാണത്തിന്റെ പേരിലാണ് കയ്യേറ്റം നടത്തുന്നത്. പഴയ പാലം പൊളിച്ചു നീക്കിയ ശേഷം ഈ മേഖലയിൽ നിന്നും ഇതിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കരാർ നൽകിയിരുന്നു. എന്നാൽ ഈ കരാറുകാരൻ പാലത്തിന്റെ ഇരുകരകളിൽ നിന്നുമുള്ള മണ്ണും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്തിരുന്നില്ല എന്നാണ് ആക്ഷേപം. കായലിന്റെ നടുക്ക് ഭാഗത്ത് മാത്രമാണ് ഇവർ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അഞ്ചുതെങ്ങ് കായലിന്റെ അഞ്ചുതെങ്ങ് കടക്കാവൂർ ഭാഗങ്ങളിൽ കരയോട് ചേർന്നുള്ള ഭാഗത്തെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യേണ്ടതിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരുന്നത്. ഇതുകൂടാതെ 22 മീറ്ററോളം വരുന്ന നീക്കം ചെയ്യേണ്ട മണൽക്കൂനയും കഴിഞ്ഞ് കായലിലേക്ക് 3 മീറ്ററോളം വ്യാപ്തിയിൽ പാറകളും അടുക്കിയിട്ടുണ്ട്. നിലവിൽ കായലിന്റെ പടിഞ്ഞാറ് വശത്ത് 25 മീറ്ററോളം കയ്യേറ്റം നടന്നു കഴിഞ്ഞതായാണ് പരാതികൾ ഉയരുന്നത്. അഞ്ചുതെങ്ങ് മീരാൻകടവിന്റെ വികസനത്തിനായി ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ അനുവദിച്ചത് വി ശശി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ്. ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട മീരാൻകടവിൽ ബോട്ട് ജെട്ടി, പാലത്തിന്റെ അടിഭാഗത്ത് കുട്ടികൾക്കായുള്ള പാർക്ക്, വിശ്രമ കേന്ദ്രം, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ, ശൗചാലയം, സൗന്ദര്യവൽക്കരണം, റോഡ് പുനരുദ്ധാരണം, വെൽനസ് സെന്റർ, പാലത്തിന്റെ തൂണുകളിൽ ചുവർ ചിത്രം, കായലിന് സമാന്തരമായി കമ്പിവേലി, കായൽ സൗന്ദര്യം വീക്ഷിക്കുന്നതിനായി കൽബെഞ്ചുകൾ തുടങ്ങിയ പദ്ധതികൾക്കാണ് തുക അനുവദിച്ചത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവ അനുവദിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരാതികളും ആക്ഷേപങ്ങളും നിലനിൽക്കവേ വില്ലേജ്, പഞ്ചായത്ത് ഓഫീസുകളിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പിന് ഉടൻ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇക്കൂട്ടർ. വിസ്മയ ന്യൂസ്, കടക്കാവൂർ.